ഓരോ പടം കഴിയുമ്പോഴും മണി പറയും, എല്ലാവരും പറയുന്ന പോലെ അഭിനയം സാറും ഇല്ലേ, ഇത് നടക്കത്തില്ലല്ലേ? ഞാൻ പറഞ്ഞു, നടക്കൂടാ. അങ്ങനെ കണ്ടെത്തിയ കഥയായിരുന്നു അന്ധനായ രാമുവിൻ്റെ കഥ. രാമുവിനെ, മണിയെ ഞാൻ നായകനാക്കുമ്പോൾ എന്നെ പരിഹസിച്ചവരായിരുന്നു പലരും. കാരണം ചോക്ലേറ്റ് കുട്ടപ്പന്മാരെ പോലും ഇവിടെ കണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് വലിയ സൗന്ദര്യമില്ലാത്ത മണിയുടെ കണ്ണ് രണ്ടും മറിച്ച് വെച്ചിട്ട് അത് വലിയ ക്ലോസപ്പിലെടുത്താൽ ഇത് ആര് കാണുമെന്ന് ചോദിച്ചത്. കണ്ടെന്ന് മാത്രമല്ല, നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് ഓരോ തിയേറ്ററിൽ വന്ന് മണിക്ക് കിട്ടിയൊരു സ്വീകരണം അമ്മമാരും പെങ്ങന്മാരും ഒക്കെ. അങ്ങനെ മണി വലിയ ആളായി. എന്തുമാത്രമല്ല, ആ പടം കഴിഞ്ഞിട്ടും അടുത്ത പടത്തിലും ഞാൻ മണിക്ക് ഈ പറഞ്ഞ കരിമാടിക്കുട്ടൻ, എനിക്ക് തോന്നുന്നു ഒരു കൊമേഴ്ഷ്യൽ പടം എന്നുള്ളതിലേക്ക് വാസന്തിയെക്കാട്ടിലും വലിയ പടമായിരുന്നു കരിമാടിക്കുട്ടൻ. അത് കഴിഞ്ഞ് മണിയോട് ഞാൻ പറഞ്ഞാൽ ഇത് വിട്ടിട്ട് നമുക്കൊരു പക്കാ വില്ലനെ കളിക്കാം. അങ്ങനെയാണ് മമ്മൂക്കയുടെ പടത്തിൽ ഒരു വിക്കൻ മന്ത്രി, തെങ്ങുകയറ്റക്കാരൻ, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ, അസാധ്യ ക്യാരക്ടറാണ് ചെയ്തത്. ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നപ്പം 2 തേങ്ങ മൂട്ടിച്ചതിന് പിടിച്ചിട്ടുള്ള ഒരു മുഴുക്കള്ളൻ മന്ത്രിയായിട്ട് വരുമ്പം മമ്മൂക്ക സല്യൂട്ട് അടിക്കേണ്ടി വരുന്നൊരവസ്ഥ. പക്ഷേ അസാധ്യ ഒരു വിക്കുണ്ടായിരുന്നു മണിക്ക്. അത് വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ അന്ന് വിക്രം, ഈ നമ്മുടെ വാസന്തി ലക്ഷ്മിയുടെ തമിഴ് കാശി, തമിഴിൽ ഭയങ്കര ഹിറ്റായിട്ട് ഓടി. അങ്ങനെ വിക്രം അവിടെ സ്റ്റാറായി. വിക്രമിൻ്റെ ആദ്യ പടമാണ്, രണ്ടാമത്തെ പടം. ആദ്യ പടം സേതു, രണ്ടാമത്തെ പടമാണ് നമ്മുടെ ഈ പടം. അതോടുകൂടി വിക്രം അവിടെ വലിയ സ്റ്റാറായി. വിക്രമിനോട് ഞാൻ പറഞ്ഞു, വിക്രം ഇവിടെ ഇങ്ങനൊരു കക്ഷിയുണ്ട്, നീ ഇവനെ കണ്ടിട്ടുണ്ടോ? നിൻ്റെ ചേട്ടാ, അവനെ മണിച്ചേട്ടനെ കണ്ടിട്ടല്ലേ ഞാനിങ്ങനെ ആയത്. ഞാൻ പറഞ്ഞു, മണിയുടെ ഈ പടം നീ കാണണം. അങ്ങനെ ഞാൻ സർഗം കബീറിനോട് പറഞ്ഞ ആ പ്രിൻ്റ്, അന്ന് പ്രിൻ്റാണ്, പ്രിൻ്റ് എൻ്റെ ചെലവിൽ മദ്രാസിൽ കൊടുത്തിട്ട് AVM-ൽ ജെമിനി എന്ന് പറയുന്ന പടത്തിന് അതിൻ്റെ ഡയറക്ടറേറ്റ് കാണിക്കുകയാണ് മണിയുടെ ഈ വില്ലനെ. അവർ കണ്ട് ഞെട്ടിയിട്ടാണ് മണിയെ, അതോടുകൂടി മണിയുടെ, അതാണ് ജെമിനിയിലെ മണിയുടെ, കണ്ടിട്ടുണ്ടായിരിക്കും വില്ലൻ, മിമിക്രി കാണിക്കുന്ന വില്ലൻ, ഭയങ്കര. അതോടുകൂടി മണിക്ക് തമിഴ് തെലുങ്കൊക്കെ മണി കൈയടക്കി. മണിയെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ദിവസം മുഴുവൻ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതുകൊണ്ട്, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ വിലക്ക് സമയത്ത് പോലും ഞാൻ മണിയെപ്പറ്റി എല്ലാവരെയും കൂട്ടുപിടിച്ച് ചേർത്ത് പിടിച്ചൊക്കെ എന്നോട് സഹകരിക്കേണ്ടവരെയൊക്കെ വിളിച്ചിട്ട് ഞാനൊരു പടം ചെയ്തു. നിങ്ങൾക്കറിയാം, ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്നും പറഞ്ഞ സമയത്ത്. കാരണം ഒരു നടനും എനിക്ക് തോന്നുന്നില്ല മരണശേഷം ഇത് കണക്കൊരു ഒരു 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 രേഖ, ഒരു ചരിത്രം, മണി എന്ന് പറയുന്ന ആളിൻ്റെ, അയാൾ കാണിച്ചിട്ടുള്ള നന്മകളുടെയും അയാൾ കാണിച്ചിട്ടുള്ള സ്നേഹത്തിൻ്റെയും അയാളുടെ ജീവിതം മദ്യത്തിനടിമപ്പെട്ട് കൈവിട്ടു പോയതിൻ്റെയും അപ്പോഴൊക്കെ തന്നെ ആ മനസ്സിൻ്റെ നൈർമല്യം, അനുഭവിച്ച ദുഃഖത്തിൻ്റെയും വേദനയുടെയും തീരാത്ത അഗ്നിയുടെയും സ്ഫുലിംഗങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച ഒരു നിഷ്കളങ്കനായ ഗ്രാമീണൻ്റെ മനസ്സ് ഞാൻ വെളിയിൽ കാണിക്കാനാണ് അങ്ങനെ ഒരു സിനിമ. എനിക്കൊന്നും മണിക്ക് മാത്രമേ ആ ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. വേറെ ആർക്കും മലയാളത്തിൽ അങ്ങനെ ഒരു 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 എന്താ പറയുക, അദ്ദേഹത്തെക്കുറിച്ചൊരു ചിത്രം എന്ന് പറയാനില്ല. അങ്ങനെ ഉള്ള ഒരു അനുഗ്രഹീത കലാകാരൻ്റെ പേരിലുള്ള ഒരു അവാർഡ് എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ പരിപാടിക്ക് വരാൻ സമയമില്ലെങ്കിൽ കൂടി സുനിലെന്ന്